ഹലോ, നല്ല നമസ്കാരം. ഇരുമുടി നമ്മുടെ കേരളത്തിലെ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ട് മാസ് മഹാരാജ നമ്മുടെ രവി തേജ തുടർച്ചയായിട്ട് കുറേ ഊള സിനിമകൾക്ക് ശേഷം കിടില ഒരു സിനിമ. അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്ന നല്ല കീട്ടുകാച്ചി സിനിമ എന്ന് പറയുമ്പോൾ കീട്ടുകാച്ചി സിനിമ ഇരുമുടി. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു മാസ് ഫൈറ്റോ അല്ലെങ്കിൽ മാസ് ഡയലോഗുകളോ ഒന്നും തന്നെ വലുതായിട്ടില്ലാത്ത ഒരു നല്ല കിടിലം സിനിമ. അത് തന്നെ ഈ സിനിമയുടെ കഥയിലേക്ക് നോക്കിയാൽ ഒരു വിദൂര ഗ്രാമത്തിൽ കഥ നടക്കുന്നു. രവി തേജ അവതരിപ്പിക്കുന്ന ത്രിനാഥ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു സാധാരണക്കാരനാണ്. കടുത്ത മദ്യപാനിയാണ്. പക്ഷേ അദ്ദേഹത്തിന് വർഷത്തിൽ 41 ദിവസം അയ്യപ്പ വ്രതമെടുത്ത് മലയ്ക്ക് പോകുന്ന നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ തൻ്റെ മകൾ മണികണ്ഠയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു നല്ല അച്ഛൻ കൂടിയാണ് അദ്ദേഹം. പക്ഷേ ആ ഗ്രാമത്തിൽ പെട്ടെന്ന് പെൺകുട്ടികളെ കാണാതാവുന്ന ചില സംഭവങ്ങൾ നടക്കുന്നു. ഇത് ഉണ്ടാകുന്ന ഭയവും അതിനിടയിൽ തൻ്റെ മകളെ സംരക്ഷിക്കുവാൻ ഒരു അച്ഛൻ നടത്തുന്ന പോരാട്ടവുമാണ് സിനിമയുടെ പ്രധാനമായ വിഷയം. ഇന്നത്തെ സമൂഹത്തിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ നേരിടുന്ന ഭയവും പെൺകുട്ടികളെ പേടിപ്പിച്ച് വളർത്താതെ ശക്തരാക്കി വളർത്തണമെന്ന ഒരു ഗുഡ് മെസ്സേജും കൂടി ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ആക്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ രവിതേജയുടെ കരിയറിലെ തന്നെ ബെസ്റ്റ് 3 പെർഫോമൻസുകളിൽ ഒന്നാണ് ഈ സിനിമ എന്ന് ഞാൻ പറയും. ഒരു സാധാരണ കാണാറുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബഹളമോ അല്ലെങ്കിൽ മാസോ ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല. വളരെ നാച്ചുറലായിട്ട് വൈകാരികമായിട്ട് ഒരുപാട് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് ഞാൻ ഈ സിനിമയെ അദ്ദേഹത്തിൽ നിന്നും ഇത്രയും കിടിലം പെർഫോമൻസ് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ കിടിലം പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകളായിട്ട് അഭിനയിച്ച ആ കുട്ടി നക്ഷത്ര എന്ന് പറയുന്ന ആ ഒരു ബാലതാരത്തിൻ്റെ പ്രകടനം പല സീനുകളിലും രവി തേജയ്ക്ക് മുകളിൽ കുട്ടി ആ ഒരു ഡൈനാമിക് ചേഞ്ച് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയ ഭവാനി ശങ്കറും അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം സായികുമാറും അവരുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. സംവിധായകൻ ശിവ നിർമ്മാണ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യണം. സാധാരണ തെലുങ്ക് കൊമേഴ്ഷ്യൽ സിനിമകളുടെ രീതിയിൽ നിന്നൊക്കെ മാറി ഒരു സാധാരണ മലയാളം സിനിമ കാണുന്നത് പോലുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ മേക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇതൊരു വെറും ഫാമിലി ഡ്രാമ മാത്രമല്ല, കൂടാതെ നല്ലൊരു സസ്പെൻസ് ത്രില്ലർ പ്ലോട്ട് കൂടി കൊണ്ടുപോയി ആ ഒരു വില്ലനെ ആരാണെന്ന സസ്പെൻസ് ക്ലൈമാക്സ് വരെ നിലനിർത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകം പറയേണ്ടത് ഇതിലെ മ്യൂസിക്കാണ്. ജി വി പ്രകാശിൻ്റെ ബീജിയം വേറെ ഒരു വേറെ ലെവലാണ്. ക്ലൈമാക്സിലെ ആ ഒരു മ്യൂസിക് നമ്മുടെ ഉള്ളിലേക്ക് തുളച്ച് കയറുന്ന രീതിയിലാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാട്ടുകൾ, അതിൽ സ്പെഷ്യലി ഞാൻ എടുത്തു പറയുന്ന ഒരു പാട്ട് "പുല്ലപ്പുല പല്ലക്കി" എന്ന് പറയുന്ന ആ ഗാനം കിടിലമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ രവി തേജയും നമ്മുടെ സായ് കുമാറും തമ്മിലുള്ള ആ ഒരു ഇമോഷൻ, ആ ഒരു ടോക്കും വളരെ ഗംഭീരമായിട്ടാണ് തോന്നിയത്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാം പകുതിയിൽ ചില ഘട്ടങ്ങളിൽ ഇത് സ്ലോ പേസിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പതിവ് മാസ് ആക്ഷൻ സിനിമകൾ പ്രതീക്ഷിച്ചു പോകുന്ന രവി തേജയുടെ ഫാൻസിന് ഒരുപക്ഷേ ഇത് നിരാശയായിരിക്കും സമ്മാനിക്കുക. അതോടൊപ്പം തന്നെ സ്ഥിരമായി ത്രില്ലർ സിനിമകൾ കാണുന്നവർക്കും ഇതിൻ്റെ ട്വിസ്റ്റുകൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ട്വിസ്റ്റുകൾ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഫാമിലിയുമായി ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജുള്ള ഒരു ക്ലൈമാക്സിൽ നമ്മളെ കണ്ണീര് അണിയിക്കുന്ന ഒരു അടിപൊളി ഇമോഷണൽ സസ്പെൻസ് ത്രില്ലർ കൂടിയാണ് ഇരുമുടി. അതോടൊപ്പം തന്നെ ഞാൻ പറയാം, മലയാളത്തിൽ നമ്മൾ ഒരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ, ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ. ആ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് അതിനേക്കാൾ ഗംഭീരമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടും. കാരണം ഇതിൽ അങ്ങനെ ഒരു ട്രാക്ക് അല്ലാതെ മറ്റൊരു ട്രാക്ക് കൂടി ഇതിന് സമാന്തരമായി പോകുന്നത് കൊണ്ട് തന്നെ ഈ സിനിമ വളരെ എൻഗേജ്ഡ് ആയിട്ട് കൊണ്ടെത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.